പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്ര സുരക്ഷയിൽ ഭാരതം വഹിക്കുന്ന നേതൃത്വം അമേരിക്കയ്ക്ക് മാതൃകയെന്ന് ജോ ബൈഡൻ. സമുദ്രമേഖലയിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും രംഗത്തെത്തി. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദത്തിന് നേതൃത്വം നൽകുന്ന ഭാരതം അഭിനന്ദനം അർഹിക്കുന്നതായി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയും ക്വാഡ് സമ്മേളനത്തിൽ പറഞ്ഞു. പരിസ്ഥിതി അനുകൂല ഊർജ്ജരംഗത്ത് ഭാരതവും അമേരിക്കയും ചേർന്ന് വൻ പദ്ധതിക്കും ധാരണ. $1 ബില്യൺ പദ്ധതി IBRDയുടെ സഹകരണത്തോടെ നടപ്പാക്കും. ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അതേസമയം ദക്ഷിണ കിഴക്കൻ ചൈന കടലുകളിലെ സംഭവവികാസങ്ങളിൽ ആശങ്ക അറിയിക്കുകയാണ് ക്വാഡ് ഉച്ചകോടി. രാജ്യാന്തര ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, സുപ്രധാനം സംഭവബഹുലം അല്ലേ ക്വാഡ് ഉച്ചകോടിയിലെ ഇതുവരെയുള്ള നടപടികൾ? മാത്രമല്ല, ഈ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒക്കെ ഭാരതത്തിൻ്റെ നാവികസേനയും കോസ്റ്റ് ഗാർഡും അടക്കം നടത്തുന്ന ചില ഇടപെടലുകൾ, കടൽ കൊള്ളക്കാർ വന്നപ്പോൾ അവരെ പിന്തുടർന്ന് അവരെ കീഴടക്കി വിവിധ രാഷ്ട്രങ്ങളിലെ കപ്പലുകളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെ അംഗീകരിക്കുകയാണ് രാജ്യാന്തര സമൂഹം. ഐസൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ ഈ കടലിലെ വിഷയം തന്നെയാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. കാരണം കടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് സംബന്ധിച്ച് നിരവധിയായ ധാരണകൾ, UN കൺവെൻഷൻ ഉൾപ്പെടെ നിരവധിയായ ധാരണകളുണ്ട്. ഈ ധാരണകളിലെല്ലാം തന്നെ ഭാരതത്തിൻ്റെ വലിയൊരു മുന്നേറ്റം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടാകാൻ സാധിച്ചു. അത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. 2022 ശേഷമുണ്ടായിരിക്കുന്ന അന്താരാഷ്ട്ര കടൽ നിയമം സംബന്ധിച്ച ധാരണകളിൽ ഭാരതത്തിന് വലിയ നേതൃത്വം വഹിക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ അറബിക്കടലിലുമെല്ലാം തന്നെ ശക്തമായ സാന്നിധ്യമാകാൻ ഭാരതത്തിന് സാധിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെയും അങ്ങനെ അത്തരത്തിലുള്ള ഹൂതി ഉമരുടെ ആക്രമണങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു ഇടപെടൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുമെല്ലാം തന്നെ ഉണ്ടായി എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയമായി തന്നെ ലോക സമൂഹം, അതായത് ഈ ക്വാഡ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ കാണുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയോട് ഇക്കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു സംഭവം. കാരണം ഭാരതം അതിനായി വഹിക്കുന്ന നേതൃത്വം, ഇന്ത്യൻ മഹാസമുദ്രം എന്ന വലിയൊരു സമുദ്ര മേഖലയിൽ ഭാരതം സുരക്ഷയ്ക്ക് വേണ്ടി വഹിക്കുന്ന നീക്കങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും അത് അമേരിക്കയ്ക്ക് പോലും മാതൃകയാണ് എന്ന് ജോ ബൈഡൻ പറഞ്ഞു വയ്ക്കുമ്പോൾ തീർച്ചയായും അത് വലിയൊരു സംഭവവികാസം തന്നെയായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതോടനുബന്ധിച്ച് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് ദക്ഷിണ ചൈന സീയിലെ അതുപോലെ തന്നെ കിഴക്കൻ ചൈന സീയിലുമുള്ള പ്രശ്നങ്ങളെല്ലാം. ഈ രണ്ട് കടൽ മേഖലകളിലും ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഓഫ് ഷോർ ഖനനത്തിന് വേണ്ടി കടലിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ചൈനയുടെ നീക്കത്തെ അതിശക്തമായി ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എതിർക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ജപ്പാൻ്റെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തിയേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വിസ്തീർണം കൂടിയ ഒരു സമുദ്രാതിർത്തിയുള്ള പ്രദേശം കൂടിയാണ് ജപ്പാൻ്റെ സമുദ്രാതിർത്തി. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നത് അവരുടെ ഏറെ എതിർപ്പ് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഫ്യൂമിയോ കിഷിദ വളരെ കൃത്യമായി ഉന്നയിക്കുകയും അത് സൗത്ത് ചൈന സീയിലെ വിഷയങ്ങളിലെ ആശങ്കകൾ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് സംഭവ വികാസങ്ങൾ നിരവധിയായി ഉണ്ട് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. ഈ സുരക്ഷയുടെ കാര്യം തന്നെ പരിശോധിക്കുമ്പോൾ കാലങ്ങളായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന UN സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗത്വത്തിന് നേരത്തെ തന്നെ അമേരിക്ക പിന്തുണച്ചിരുന്നു. സ്റ്റേറ്റ് വിസിറ്റിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. ഇന്നും അത് ആവർത്തിക്കുകയാണ് ജോ ബൈഡൻ എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന, പ്രതീക്ഷയർഹിക്കുന്ന ഒരു കാര്യം. പിന്നീട് വികസന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അന്താരാഷ്ട്ര സോളാർ അലയൻസ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ബയോഫ്യൂവൽ അലയൻസ് അത്തരത്തിലുള്ള ഭാവനാസമ്പന്നമായ നിരവധി പദ്ധതികൾ ഭാരതം ലോകസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുടെ ഒരു ചേർന്നുള്ള പ്രവർത്തനം ക്വാഡ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് ഇന്ത്യ അമേരിക്ക ശക്തമായ ഒരു സാന്നിധ്യമായി മാറാനുള്ള $1 ബില്യൺ ഒരു വലിയ പദ്ധതി. അതായത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ വളരെ സ്വാഭാവികമായും നമ്മുടെ സ്വാഭാവിക ജീവിതവുമായി ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ബ്രഷ്ലെസ് ഫാനുകളുടെ പരസ്യമെല്ലാം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഊർജ്ജ ഉപഭോഗമുള്ള ഫാനുകളും അതുപോലെ തന്നെ എയർ കണ്ടീഷണറുകളും ഉൽപ്പന്നങ്ങൾ തുടങ്ങി, അതായത് കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങി ഉൽപ്പാദനത്തിൻ്റെ, അതായത് വലിയ തോതിലുള്ള ഉൽപ്പാദനം നടത്തുന്നതിനുള്ള ഊർജ്ജോൽപാദനം നടത്തുന്നതിനുള്ള ധാരണ അതായത് പരിസ്ഥിതി അനുകൂല ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ. ആ ധാരണയുടെ പ്രാധാന്യം അർഹിക്കുന്നത് സോളാറിലും അതുപോലെ തന്നെ വിൻഡ് എനർജി അതുപോലുള്ള പാരമ്പര്യേതര ഊർജ്ജ സംവിധാനങ്ങളിലാണ്. ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനാണ് ഈ വലിയൊരു തുകയുടെ നീക്കം. അതായത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റുമായി സഹകരിച്ച് നടപ്പാക്കുന്നതിനുള്ളൊരു പദ്ധതി കൂടി ധാരണയിലെത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയാനുള്ളത് ഗർഭാശയഗള ക്യാൻസർ സംബന്ധിച്ചുള്ള സഹകരണമാണ്. നമുക്കറിയാവുന്നതാണ്, പ്രതിരോധ കുത്തിവയ്പ്പ് സാധ്യമാകുന്ന ക്യാൻസറുകളിൽ വളരെ അപൂർവങ്ങളായ ക്യാൻസറുകളിലൊന്നാണ് ഈ
ഗർഭാശയകള ക്യാൻസർ എന്ന് പറയുന്നത്. കൗമാരക്കാരിൽ ഇത് സംബന്ധിച്ച കുത്തിവയ്പ്പുകളും അതുപോലെ തന്നെ പ്രതിരോധ നടപടികളും സ്വീകരിക്കുന്നതോടെ ഈ ക്യാൻസറിനെ പ്രതിരോധത്തിലൂടെ തുടച്ചു നീക്കാൻ സാധിക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ അതുമായി സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള ധാരണകൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ വാക്സിൻ സൗജന്യമായി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ നമുക്കറിയാവുന്നതാണ്. വലിയ തോതിൽ പ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം വൻ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. ആ അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട്. സംഭവ ബഹുലവും ഏറെ പ്രതീക്ഷ നൽകുന്നതും അല്ലെങ്കിൽ ഇന്ന് വരെ ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ ലോകം കണ്ടിട്ടില്ലാത്ത വലിയൊരു നേതൃനിലയിലേക്ക് ലോക ഗുരുവായി തന്നെ പ്രധാനമന്ത്രി പോകുന്നു അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ ക്വാഡ് സമ്മേളനത്തിൽ ഉടനീളം വരുന്ന വാർത്തകളിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഐസൻ, ഒരുപക്ഷെ ഈ ക്വാഡ് യോഗത്തിൻ്റെ ശക്തി കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്ത് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം ഒരു കാലത്ത് ചൈന ഏറ്റവും കൂടുതൽ പരിഹസിച്ചിരുന്നു ഈ കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ. എന്തിനാണ് എന്ന് ചോദ്യം വന്നിരുന്നു. മാത്രമല്ല ഈ തിര വരുമ്പോൾ വരുന്ന ചെറിയ പത മാത്രമാണ് എന്ന രീതിയിൽ വരെ വിശേഷിപ്പിക്കേണ്ടായി. പക്ഷെ അതേ ചൈന തന്നെ ഇപ്പോൾ ഈ കൂട്ടായ്മയെ ഭയപ്പെടുന്നു എന്ന് പല വേദികളിലെയും പ്രതികരണത്തിലൂടെ വ്യക്തവുമാണ്. ഇനി ദക്ഷിണ കിഴക്കൻ ചൈന കടലുകളിലെ സംഭവ വികാസങ്ങളിൽ ക്വാഡ് നേതാക്കൾ ആശങ്ക കൂടി അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും ഈ ആശങ്ക കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. നമുക്കറിയാവുന്നതാണ് ജപ്പാനിലെ ആ വിഷയം. നേരത്തെ നമുക്കറിയാവുന്നതാണ് ജപ്പാനിലെ ഒരു ദ്വീപും ആ ദ്വീപിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും എല്ലാം തന്നെ കീഴടക്കാനുള്ളൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ ദ്വീപിൻ്റെ നിയന്ത്രണം, അതായത് ദ്വീപുകളുടെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകളുടെ 224 സ്ക്വയർ കിലോമീറ്റർ പരിസരത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ, നോട്ടിക്കൽ മൈൽ പ്രത്യേകിച്ച് ചതുരശ്രടി പരിസരത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അതത് രാജ്യത്തിൻ്റെ അധീന പരിധിയിലാണ്. പക്ഷേ അതിനെ തകർക്കാനുള്ളൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ചൈനയെ വളരെ കൃത്യമായി എതിർക്കുന്ന 4 രാഷ്ട്രങ്ങൾ അത് ഒരു ആശങ്കയെ കൂടിയായി അറിയിക്കുകയും ചെയ്യുമ്പോൾ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഈ ഭാരതത്തിൻ്റെ ഇടപെടൽ, അന്താരാഷ്ട്ര സമുദ്രാതിർത്തി സംബന്ധിച്ച വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ സംബന്ധിച്ച വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായൊരു ഇടപെടൽ നടത്താൻ ക്വാഡിന് സാധിക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അതിനുള്ളൊരു വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ് ശക്തമായ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളാണ് ഭാരതവും അതുപോലെ തന്നെ അമേരിക്കയും. ഇത്തരത്തിലുള്ളൊരു സൈനിക ശക്തിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ധാരണകളുമെല്ലാം തന്നെ ശക്തമായും കാര്യക്ഷമമായും മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഈ സൗത്ത് ചൈന സീ എന്ന റിസ്ക് ഭാവിയിൽ, അത് 5-10 വർഷങ്ങൾക്കുള്ളിൽ ഈ സൗത്ത് ചൈന സീ എന്ന ആ ഒരു റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് സ്ക്വാഡിനെ കുറെ കൂടി ഗൗരവത്തോടെ കാണണമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അനു, ഐസൻ, ഈ ഒരു ഭാഗത്ത് അമേരിക്കയും ഭാരതത്തെ ഭയപ്പെടുന്നു. നരേന്ദ്രമോദിയെ US സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ്, അത് മോദി ഫാൻ ആണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു, പക്ഷേ ഞങ്ങളോട് ഈ രാജ്യാന്തര വ്യാപാര വിഷയത്തിൽ തികഞ്ഞ നീതികേടാണ് ഭാരതം കാട്ടുന്നതെന്ന് പറയുന്നു ഒരു ഭാഗത്ത്. 2, ഈ ബംഗ്ലാദേശിൽ അടക്കം തങ്ങളുടെ വരുതിക്ക് നിൽക്കുന്ന സർക്കാർ വേണമെന്ന് US ആഗ്രഹിക്കുന്നു. അതിൽ ഭാരതം ഒപ്പം നിൽക്കുന്നില്ല. പല കാര്യങ്ങളിലും US ഇച്ഛയ്ക്കൊപ്പം നിൽക്കാതെ ഭാരതത്തിൻ്റെ താല്പര്യം മാത്രം പരിഗണിച്ച് പലപ്പോഴും ഒറ്റയ്ക്ക്, അതല്ലെങ്കിൽ വ്യക്തമായ തീരുമാനങ്ങളും നയങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു ഭാഗത്ത് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. നേരത്തെ അനു പറഞ്ഞ പോലെ തന്നെ ചൈന പരിഹസിച്ചുവെങ്കിൽ ചൈനയ്ക്ക് അറിയാമായിരുന്നു ഇത്രയും രാജ്യങ്ങൾ ഒത്തുകൂടിയാൽ. കാര്യം അങ്ങേയറ്റത്ത് US ഉണ്ട്, തൊട്ടടുത്ത് ജപ്പാനുണ്ട്, ഈ ഭാഗത്ത് ഭാരതമുണ്ട്, താഴെ ഓസ്ട്രേലിയ ഉണ്ട്. എല്ലാ അർത്ഥത്തിലും US ഒഴികെയുള്ള രാഷ്ട്രങ്ങൾ നിർണായകമായ സ്ഥലങ്ങളിലാണ് ജിയോ പൊളിറ്റിക്കലി നിൽക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു വിചിത്രമായ അവസ്ഥയിലാണോ ഐസൻ US ഉള്ളത്? തീർച്ചയായും US സംബന്ധിച്ചിടത്തോളം ഭാരതത്തോടുള്ള കൺസേൺ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. നേരത്തെ നമുക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഒരു കേന്ദ്രീകൃതമായ ഗ്ലോബൽ സൗത്തിനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഗ്ലോബൽ സൗത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടായി. അത് വളരെ കൃത്യമായ ആലോചനാപൂർണമായ നടപടി. വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള വിദേശകാര്യമന്ത്രി തൻ്റെ അനുഭവ സമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഗ്ലോബൽ സൗത്ത് G20 സമ്മേളനമെല്ലാം തന്നെ നടന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. ഈ ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുന്ന നേതൃനിരയിലേക്ക് ഭാരതം എത്തുന്നു എന്നതാണ് അമേരിക്കയുടെ കൺസേണായി കാണുന്നത്. അത്തരത്തിലൊരു ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകുക, നമുക്കറിയാവുന്നതാണ് ഈ ലോകരാജ്യങ്ങളുടെ ക്ലസ്റ്ററുകൾ ഇനി ലോകത്തെ നിയന്ത്രിക്കുമെന്ന് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വലിയ ക്ലസ്റ്റർ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു ക്ലസ്റ്ററായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഗ്ലോബൽ സൗത്ത് മാറുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ശക്തി കേന്ദ്രമായി വളരാൻ, സൈനികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായി വളരാനുള്ളൊരു
നീക്കങ്ങൾ നടത്തുന്നതിന് ഭാരതം നേതൃത്വം നൽകുന്നു. ഈ ഒരു ആശങ്കയാണ്, അത് തീർത്തും ഒരു ട്രേഡ് ഇൻട്രസ്റ്റഡായ ഒരു ആശങ്കയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ഈ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള അമേരിക്കയുടെ നീക്കങ്ങൾക്കും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നിലപാടുകൾക്കും അമേരിക്ക പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, നിരവധിയായ പിന്തുണ, അതായത് യഥാർത്ഥത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന രാജ്യമാണെങ്കിൽ കൂടി ചില ആശങ്കകൾ അമേരിക്കയ്ക്കുള്ളത് ഈ വിഷയത്തിലാണ്. ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് ഭാരതം വഹിക്കുന്ന പങ്കിൻ്റെ ഭാഗം തന്നെയാണ്. അത്തരത്തിൽ ഗ്ലോബൽ സൗത്തിനെ ശക്തിപ്പെടുത്തുമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഭാരതം തുടർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടും ഇരിക്കുന്നത്. പ്രദീപ്. ശരി, എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം ജപ്പാൻ പ്രധാനമന്ത്രിയുമായി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ വരണം. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൂടി നിശ്ചയിച്ചിട്ടുണ്ട്.